ഗോവിന്ദപ്പണിക്കർ. ഇനി ഈ സംഗതിയെക്കുറിച്ച് പറഞ്ഞതു മതി. വേദാന്തവാദം ചെയ്യുവാൻ നമ്മൾക്ക് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ആദ്യം ഞാൻ ഇതിനെക്കുറിച്ച് കുട്ടികളായ നിങ്ങളോട് ചോദിച്ചത് തന്നെ കുറെ തെറ്റായിപ്പോയി എന്നെനിക്ക് തോന്നുന്നു. ഗോവിന്ദൻകുട്ടി മേനവൻ. ഇങ്ങനെയാണോ ജ്യേഷ്ഠൻ്റെ അഭിപ്രായം? ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും? ഗോവിന്ദപ്പണിക്കർ. എന്താണ് നിങ്ങൾ പറഞ്ഞത്? രണ്ടാളും വളരെ വിഡ്ഢിത്തം പറഞ്ഞു. നിങ്ങൾക്ക് മതത്തെക്കുറിച്ച് എന്തറിയാം? നിങ്ങളോട് ഈ വക സംസാരം ചെയ്തത് എൻ്റെ വിഡ്ഢിത്വം. മതവിശ്വാസവും ഗുരുജന വിശ്വാസവും കേവലം നിങ്ങൾക്ക് ഇല്ലാതായി തീർന്നു. മാധവന് ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിലും ആ വിശ്വാസത്തിൻ്റെ സ്വഭാവവും പ്രകൃതവും നോക്കുമ്പോൾ മാധവന് നിരീശ്വര മതക്കാരനായ ഗോവിന്ദൻകുട്ടിയേക്കാൾ വിശേഷവിധിയായ ഒരു ഭക്തിയും വിശ്വാസവും ഭയവും ദൈവത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് കിടന്നുറങ്ങുക. ഇവിടെ തന്നെ കിടക്കാം. ഗോവിന്ദപ്പണിക്കരും മാധവനും ഗോവിന്ദൻകുട്ടി മേനവനും ആ വെൺമാടത്തിൽ തന്നെ ഉറങ്ങാൻ ഭാവിച്ചു കിടന്നു. ഇന്ദുലേഖയുടെ വർത്തമാനങ്ങളെക്കുറിച്ച് പലതും തനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. അച്ഛനോടും ഗോവിന്ദൻകുട്ടിയോടും ഈ സംഗതിയിൽ സംസാരിപ്പാൻ മടിച്ച് മാധവൻ ഒന്നും ചോദിച്ചില്ലെങ്കിലും ഗോവിന്ദപ്പണിക്കർ ഇന്ദുലേഖയുടെ വ്യസനത്തെപ്പറ്റിയും നമ്പൂതിരിപ്പാടിൻ്റെ അവസ്ഥയെപ്പറ്റിയും മറ്റും മാധവനോട് കുറേ നേരം സംസാരിച്ചു. കുറേ നേരം ഈ സംസാരത്തിൽ നേരം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഗോവിന്ദൻകുട്ടി മാധവനോട് ഒരു ചോദ്യം ചെയ്തു. ഗോവിന്ദൻകുട്ടി മേനവൻ. ഇക്കുറി കോൺഗ്രസിന് മാധവന്റെ ഇഷ്ടന്മാരായ ബാബുമാർ വരുമായിരിക്കും. ബാബു ഗോവിന്ദസേനും ചിത്രപ്രസാദസേനും മറ്റും കോൺഗ്രസിൻ്റെ ജയത്തിന് കൊണ്ടുപിടിച്ച് ഉത്സാഹിച്ചു വരുന്നവരാണെന്ന് തോന്നുന്നു. ഈ സംഗതിയെപ്പറ്റി അവർ മാധവനോട് വിശേഷവിധിയായി വല്ലതും ചെയ്യുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മാധവൻ. എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസിൻ്റെ സ്നേഹിതൻ തന്നെയാണ് ബാബു ഗോവിന്ദസേൻ അവർകൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പാർത്തിരുന്ന കാലം ഒരു ദിവസം ഒരു സഭ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ വെച്ച് ഉണ്ടായിരുന്നു. അന്ന് ഞാനും അതിൽ സംസാരിച്ചു. ഗോവിന്ദപ്പണിക്കർ. ഇംഗ്ലീഷ് രാജാവിൻ്റെ രാജ്യഭാരത്താൽ നമ്മൾക്ക് ചില ഗുണങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും പല ഉപദ്രവങ്ങളും ഉണ്ടാവുന്നുണ്ടെന്നും അതുകൾ നിർത്തൽ ചെയ്യണമെന്നും ഈയിടെ നാട്ടുകാർ ഒരു സഭ കൂടി കൊല്ലം തോറും പ്രസംഗിച്ചു വരുന്നുണ്ടെന്നും മറ്റും ഞാൻ കേട്ടു. ഈ സഭയെക്കുറിച്ച് തന്നെയോ ഗോവിന്ദൻകുട്ടി ചോദിക്കുന്നത്? മാധവൻ. അതെ. ഗോവിന്ദൻകുട്ടി മേനവൻ. അതെ, ഈ സഭയെക്കുറിച്ച് തന്നെയാണ്. ഈ കോൺഗ്രസ് സഭ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് കേവലം നിഷ്പ്രയോജനമായതാണ്. ഒരു സാരവുമില്ല. വെറും ഗോഷ്ഠി എന്ന് ഞാൻ വിചാരിക്കുന്നു. മാധവൻ. ഇത് വലിയ അവലാതി തന്നെ. ഗോവിന്ദൻകുട്ടിയുടെ ദ്രുതഗതി കുറെ അധികം തന്നെ. കോൺഗ്രസ് എന്ന സഭ എന്താണെന്നും അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്നും അച്ഛനെ ശരിയായി മനസ്സിലാക്കിയ ശേഷമല്ലേ അതിനെക്കൊണ്ട് ഉണ്ടായ പ്രയോജനത്തെപ്പറ്റി ഗോവിന്ദൻകുട്ടിക്കുള്ള അഭിപ്രായത്തെ പറയേണ്ടത്. ആ സഭയുടെ സ്വഭാവവും ഉദ്ദേശവും ഇന്നതാണെന്ന് പറയൂ. ഗോവിന്ദൻകുട്ടി മേനവൻ. ഓഹോ, പറയാം. ജ്യേഷ്ഠൻ കേൾക്കട്ടെ. ഇംഗ്ലീഷ് പഠിച്ച് നല്ലവണ്ണം ഇംഗ്ലീഷ് സംസാരിക്കാറായ ചില ദ്രവ്യസ്ഥന്മാരായ ഹിന്ദുക്കളും മുസൽമാന്മാരും ബിലാത്തിയിലുള്ള ഗവൺമെൻറ് പോലെ ഇന്ത്യ ഗവൺമെൻറ്റിനെ ആക്കി വെപ്പാനാണെന്നുള്ള ഭാവത്തോടുകൂടി ഒരധികാരവും കൂടാതെ തങ്ങൾ തന്നെ ഒരു സഭയായി ചേർന്ന് അന്യോന്യം സ്തുതിച്ചും വലിയ ഭാവം നടിച്ചും വൃഥാ കണ്ടക്ഷോഭം ചെയ്തും കാലം കളയുന്ന ഒരു സഭയാണ് കോൺഗ്രസ് സഭ. ഒരവസ്ഥ കൊണ്ടും ബിലാത്തിക്കാരോട് നമ്മൾ ഇന്ത്യ രാജ്യക്കാർ ഇനിയും സമന്മാരായിട്ടില്ല. തുല്യത വരാൻ ശ്രമിച്ചാൽ എളുപ്പത്തിൽ സാധിക്കാവുന്നതും എത്രയോ പ്രയോജനമുള്ളതുമായ വേറെ പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്നും ശ്രമം ചെയ്യാതെ എല്ലാറ്റിൻ്റെയും അഗ്രത്തിൽ ഇരിക്കുന്നതും ബഹുപ്രയാസമായതുമായ ഒരു വലിയ കാര്യത്തെ ഉദ്ദേശിച്ച് അനാവശ്യമായി ചെയ്യുന്ന ശ്രമമാണ് ഇത് എന്നുള്ളതിലേക്ക് യാതൊരു സംശയവുമില്ല. ബിലാത്തിക്കാർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സ്വതന്ത്രതകൾ എല്ലാം ഇങ്ങനെ കോൺഗ്രസ് കൂടിയിട്ട് കിട്ടിയതല്ല. ഒന്നാമത്, ഇത്ര സ്വതന്ത്രതയ്ക്ക് ആഗ്രഹമുള്ള ഈ നേടീവ വാചാലന്മാർ ഖടപട എന്ന് ഇംഗ്ലീഷിൽ ശബ്ദഘോഷം ചെയ്യുന്നത് എല്ലാം സൂക്ഷ്മമായ ആലോചന കൂടാതെയാണെന്ന് എനിക്ക് സ്പഷ്ടമായി തോന്നുന്നു.
ഇവർ യഥാർത്ഥത്തിൽ ഇത്ര സ്വജാത്യ അഭിമാനവും സ്വാതന്ത്ര്യകാംക്ഷയും ഉള്ളവരാണെങ്കിൽ ഒന്നാമത് ഒരു അന്യരാജാവിൻ്റെ കീഴിൽ എന്തിന് ഇവർ ഇരിക്കുന്നു? യുദ്ധം ചെയ്ത് ഇംഗ്ലീഷുകാരെ ഓടിക്കട്ടെ, ബാബുമാർ രാജ്യം ഭരിക്കട്ടെ. ഇപ്പോൾ ഇംഗ്ലണ്ട് രാജ്യം ജർമ്മനിക്കാര് പിടിച്ചാൽ ഇംഗ്ലീഷുകാർ കോൺഗ്രസ് കൂടി അവരുടെ രാജ്യഭാരത്തിൻ്റെ ഗുണത്തിലേക്ക് ഓരോ ദയയ്ക്കായി ജർമ്മൻകാരോട് ഇരക്കുമോ? ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. യുദ്ധം ചെയ്ത് ജർമ്മൻകാരെ തോൽപ്പിച്ച് ഓടിക്കുവാൻ നോക്കും. അത് സാധിക്കുന്നതുവരെ അവർ ആ ശ്രമം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അഭിമാനമുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അഭിമാനം നടിച്ചും കൊണ്ട് ഇരക്കുന്നത് വെടിപ്പുണ്ടോ? ധനവും ശക്തിയും വലിപ്പവും രാജ്യഭാരവും എല്ലാം ഇംഗ്ലീഷുകാരിൽ ഇരിക്കുമ്പോൾ അവരുടെ നേരെ ഇങ്ങനെ കുരച്ചിട്ടും നിലവിളിച്ചിട്ടും ഫലമെന്ത്? ഹിന്ദു മുഹമ്മദീയർ എന്ന ഈ രണ്ട് ജാതികളെയും ഒരുപോലെ ഇംഗ്ലീഷുകാർ കീഴടക്കി വച്ചിരിക്കുന്നു. ഈ നിലയിൽ നമ്മൾ എത്ര വലിയ നാട്യം എന്തിനു നടിക്കുന്നു? ധനമില്ല, ധൈര്യമില്ല, ശരീരമെടുക്കില്ല, ഒരുമയില്ല, സത്യമില്ല, ഔദാര്യമില്ല, സംഘബലമില്ല, വിദ്യയില്ല, അറിവില്ല, ഉത്സാഹമില്ല. ഇങ്ങനെ കിടക്കുന്നവർ ഒന്നാമത് ഇന്ത്യക്ക് പാർലമെന്റ് ഉണ്ടാക്കുവാനാണോ ശ്രമിക്കേണ്ടത്? ഒരേ ജാതിയായി ഏറ്റവും ഐക്യമായിരിക്കുന്ന ഇംഗ്ലീഷുകാർ തന്നെ പാർലമെന്റ് സഭ ശരിയായി നടത്തിവരാൻ കുഴങ്ങുന്നു. അപ്പോൾ ഈ 10,000 വിധം മതക്കാരും അന്യോന്യം കീരിയും പാമ്പും പോലെ വിരോധികളുമായ പല ജാതിക്കാരായ ഇന്ത്യ നിവാസികളെയെല്ലാം കുറെ ഇംഗ്ലീഷ് പഠിച്ച് തൊള്ളയിടുന്ന താടിക്കാർ, ബാബുമാരും അയ്യരും മുതലികളും കൂടി പാർലമെന്റ് പോലെ സഭ ചേർന്ന് പരിപാലനം ചെയ്തു കളയാം എന്നോ ഉദ്ദേശം? ഇത്ര വിഡ്ഢിത്തമായ വിചാരം മറ്റൊന്നുമില്ല. ഉണ്ട കൊണ്ട് മറിഞ്ഞു വീണ് കണ്ണുമിഴിച്ചു പോവുമെന്നുള്ള ഒരു ഭയം കൊണ്ടും അശക്തന്മാരാകയാലും മാത്രമാണ് ഇംഗ്ലീഷുകാർ വന്നതിൻ്റെ ശേഷം ഹിമവൽ സേതു പര്യന്തമുള്ള ജനങ്ങൾ അന്യോന്യം ഇത്ര സമാധാനമായി തന്നെ കാണുന്നത്. ആ ഇംഗ്ലീഷുകാർ നാളെ ഇന്ത്യ വിടുന്നുവെങ്കിൽ അപ്പോൾ കാണാം ബാബുമാരുടെ മിടുക്കും ശൗര്യവും. ഒരു നിമിഷ നേരമെങ്കിലും ഈ വായ്പടക്കാർക്ക് രാജ്യം രക്ഷിപ്പാൻ സാധിക്കുമോ? ഒന്നാമത് ഇവർക്ക് വാക്ക് പറയുമ്പോൾ കാണുന്ന ഈ അഭിമാനം സ്വതേ ഉണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ കിട്ടുവാൻ ആഗ്രഹിക്കുന്ന പല പദവികളും ഇതിന് എത്ര മുമ്പ് ഇവർക്ക് കിട്ടുമായിരുന്നു. വാസ്തവത്തിൽ ഇവർക്ക് ഒരു ധൈര്യവും മിടുക്കും ഉത്സാഹവും ക്ഷമയും ഇല്ല. കുറെയെല്ലാം നിലവിളിക്കണം, ഇംഗ്ലീഷിൽ വിശേഷമായി പ്രസംഗം ചെയ്തു എന്ന് വരുത്തണം. ഇത്ര മാത്രമേ ഇവർക്ക് ഉള്ളിൽ തീർച്ചയായ ആഗ്രഹമുള്ളൂ. ഇംഗ്ലീഷ് ഗവൺമെൻറ് ഇപ്പോൾ നടക്കുന്ന പ്രകാരം ഉള്ളതുതന്നെ ഇന്ത്യയിലേക്ക് ഇനിയും ഒരു പുരുഷാന്തര കാലത്തേക്ക് കാലാനുസൃതമായ അല്പ ഭേദങ്ങളെയും പരിഷ്കാരങ്ങളെയും ചെയ്തു വന്നും കൊണ്ടിരുന്നാൽ ധാരാളം മതിയാവുന്നതാണ്. ഇന്ത്യയിലേക്ക് ഇപ്പോൾ അശേഷം പോരാത്തതും ലജ്ജാകരമാകും വണ്ണം വഷളായിട്ടുള്ളതുമായ എന്തെല്ലാം കാര്യങ്ങളെ പരിഷ്കരിക്കാനുണ്ട്. എന്താണ് അതെല്ലാം വിട്ടുകളഞ്ഞ് ഒന്നാമത് രാജ്യഭാര സംഗതിയിൽ ഇവർ കടന്നുപിടിക്കുന്നത്? ഒന്നാമത് ജാതിഭേദങ്ങൾ ഇത്രയധികം അനാവശ്യമായി ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് മുടക്കമായി തടയുന്നതിനെ നീക്കം ചെയ്യുവാൻ ശ്രമിക്കരുതേ. ഇന്ത്യ രാജ്യം ക്രമേണ ദാരിദ്ര്യത്തിൽ പെടുന്നത് നിർത്താൻ അന്യരാജ്യങ്ങളുമായുള്ള കച്ചവടങ്ങൾ, കൃഷി, കൈവേല പ്രവൃത്തികൾ, യന്ത്രപ്പണികൾ മുതലായത് ഇന്ത്യക്കാർ പഠിപ്പിക്കാൻ ശ്രമിക്കരുതേ. സ്ത്രീകളെ വിദ്യാഭ്യാസം ധാരാളമായി ചെയ്യുവാൻ ശ്രമിക്കരുതേ. നമ്മളുടെ അതിമാലിന്യമായ ചില ഗൃഹവൃത്തികളെയും അപരിഷ്കൃതാഹാര വിഹാരാദികളെയും ഭേദം ചെയ്യുവാൻ നോക്കരുതേ. എത്ര കാലമായി തീവണ്ടി, ടെലിഗ്രാഫ് മുതലായ പല അത്ഭുതകരമായ വിദ്യകൾ ഇന്ത്യയിൽ വന്നിട്ട് ഈ വക യന്ത്രങ്ങളെ ഉണ്ടാക്കുവാനും ഉപയോഗിക്കുവാനും പഠിപ്പാൻ ഹിന്ദു മുസൽമാന്മാർക്ക് ശ്രമിക്കരുതേ. യൂറോപ്പിലുള്ള വലിയ രാജ്യങ്ങളിലെ എല്ലാ നാട്ടുകാരും ഈ വക പല വിദ്യകളും പഠിക്കുന്നില്ലേ? നമ്മൾക്ക് ഇരുമ്പ് കൊണ്ട് നല്ലതായ ഒരു ചക്രം വേണമെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തണ്ടേ? ഒരു ഇരുമ്പു ചങ്ങല വേണമെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തണ്ടേ? നല്ല ഒരു തൂശി വേണമെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തണ്ടേ? ഒരു തൂശി മുതൽ പടക്കപ്പൽ വരെയുള്ള സകല സാധനങ്ങളും നല്ലതായി കിട്ടണമെങ്കിൽ നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തണ്ടേ? ഇതിൽ ഈ നാട്ടുകാർക്ക് അവമാനമില്ലേ? ഈ വക പല കാര്യങ്ങളിലും ഇന്ത്യയെ ഇംഗ്ലണ്ടിന് സമത വരുത്തുവാനല്ലേ ഒന്നാമത് ശ്രമിക്കേണ്ടത്?
ജനസമുദായത്തിന് സ്വരാജ്യഭരണത്തിൽ സ്വതന്ത്രത കൊടുക്കേണ്ടത് ഈ വക അനവധി കാര്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യക്ഷമായി ലജ്ജാകരമായി കാണുന്ന പലവിധമുള്ള വീഴ്ചകളെയും അറിവില്ലായ്മകളെയും തെറ്റുകളെയും തീർത്ത് പരിഷ്കരിച്ചതിൻ്റെ ശേഷം വേണ്ടതല്ലേ? ഈ വക പരിഷ്കാരങ്ങൾ ഒന്നും ചെയ്യാതെ ഈ രാജ്യഭാര വിഷയങ്ങളിൽ ഒന്നാമത് പ്രവേശിച്ച കുറേ ആളുകളെല്ലാം കൂടി നിലവിളിച്ചാൽ ആര് ബഹുമാനിക്കും? വേറെ ഉള്ള എല്ലാ സംഗതികളിലും കേവലം അധോമുഖന്മാരായിരിക്കുന്നവർ ഈ ഒരു സംഗതിയിൽ മാത്രം തലപൊന്തിച്ച് നിലവിളിച്ചാൽ നിവൃത്തിയാവുന്നത് പ്രയാസമല്ലേ? എനിക്ക് ഈ കോൺഗ്രസിനെ പറ്റി വലിയ പുച്ഛമാണുള്ളത്. സർ ലപ്പൽ, ഗ്രിഫിൻ മുതലായ അനേകം സായ്വന്മാർ ഇന്ത്യ നിവാസികളെപ്പറ്റി ഓരോ സമയം ചെയ്യുന്ന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. പല സംഗതികളും അവർ പറയുന്നത് ശരിയാണ്. പല സ്ഥിതികളിലും നമ്മളുടെ അവസ്ഥ വളരെ ലജ്ജാകരമായിരിക്കുന്നു. ഇതെല്ലാം മൂടിവെച്ച് രാജ്യഭാര കാര്യത്തിൽ മാത്രം ഇംഗ്ലീഷുകാരോട് സമത വരുത്തണമെന്ന് ഇച്ഛിച്ചാൽ അത് സാധിക്കുമോ? ഈ വക സഭ ഉണ്ടാവുന്നതിനാൽ വൃഥ കണ്ടക്ഷോഭവും ദ്രവ്യനാശവും ഫലം എന്ന് ഞാൻ പറയുന്നു. ഗോവിന്ദപ്പണിക്കർ: ഗോവിന്ദൻകുട്ടി പറഞ്ഞത് ശരിയാണ്. ഇതിൽ ഞാൻ ഗോവിന്ദൻകുട്ടിയോട് യോജിക്കുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യഭാരം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ നന്ന്. ഇപ്പോൾ ഇത് മതി. എന്നാൽ ജാതിഭേദം ഇല്ലാതാക്കണം എന്നൊരു വിഡ്ഢിത്വം ഗോവിന്ദൻകുട്ടി പറഞ്ഞതിൽ ഞാൻ ചേരുന്നില്ല. ഗോവിന്ദൻകുട്ടി മേനവൻ: അത് ഞാൻ സമ്മതിച്ചേക്കാം. എന്നാൽ രാജ്യഭാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ജ്യേഷ്ഠന് ബോധ്യമായല്ലോ. ഗോവിന്ദപ്പണിക്കർ: എന്താണ് മാധവനൊന്നും പറയാത്തത്? മാധവൻ: എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. പൂർത്തിയായ വിദ്യാഭ്യാസമുണ്ടായി. BA പാസ്സായ ഗോവിന്ദൻകുട്ടി ഇങ്ങനെ അസംബന്ധം സംസാരിച്ച വ്യസനമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഗോവിന്ദൻകുട്ടി മേനവൻ: ഒരസംബന്ധവും സംസാരിച്ചില്ല ഞാൻ. ഏതാണ് അസംബന്ധം എന്ന് കാണിച്ചു തരൂ. മാധവൻ: പറഞ്ഞത് മുഴുവൻ അസംബന്ധം, ആകവേ അസംബന്ധം. ഒന്നാമത്, ഇന്ത്യയിൽ പാർലമെന്റ് ഉണ്ടാക്കുവാനല്ല കോൺഗ്രസിന്റെ ഉദ്ദേശം. പിന്നെ ഇംഗ്ലീഷുകാരോട് സമന്മാരാണ് ഇന്ത്യക്കാർ എന്നും സഭക്കാരിൽ യോഗ്യരായവർ അഭിപ്രായപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ പല സംഗതികളും പരിഷ്കരിപ്പാനുണ്ടെന്ന് പറഞ്ഞത് ശരി. പക്ഷേ ആ സംഗതികൾ ഉള്ളതുകൊണ്ട് ഈ രാജ്യഭാര സംഗതിയിൽ ഒന്നാമതായി പ്രവേശിച്ചുകൂടാ എന്ന് പറയുന്നത് ഭോഷത്വമാണ്. രാജ്യസ്നേഹവും അഭിമാനവും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷുകാരോട് രാജ്യം യുദ്ധം ചെയ്ത് തിരികെ വാങ്ങണം. എന്നാൽ മാത്രമേ അഭിമാനം ഉണ്ടെന്ന് വിചാരിപ്പാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതും വലിയ ഭോഷത്വം തന്നെ. ഗോവിന്ദൻകുട്ടി യൂറോപ്പ് രാജ്യങ്ങളിലെ ചരിത്രങ്ങൾ പലതും വായിച്ചിട്ടുള്ളതിൽ ഇങ്ങനെയാ അഭിപ്രായമായത്. ഇംഗ്ലീഷ് ബിലാത്തിയിലെ ആദ്യത്തെ കഥ തന്നെ വിചാരിച്ചു നോക്കൂ. ബ്രിട്ടീഷ് ദ്വീപിൽ അനാദിയായി ഉണ്ടായിരുന്നവരെ ഒന്നാമത് റോമൻകാർ പോയി ജയിച്ചു. ബ്രിട്ടീഷ് രാജ്യം അവരുടെ രാജ്യമാക്കി കുറേ കാലം വെച്ചു. പിന്നെ സാക്സൻകാരുടെ കാലമായി. പിന്നെ ഡെയിൻകാരുടെ വാഴ്ച. ഒടുവിൽ നോർമൻ രാജാക്കന്മാരായ ഫ്രഞ്ച് രാജ്യക്കാർ ബ്രിട്ടീഷ് രാജ്യം പിടിച്ചു. എന്നിട്ടുണ്ടായ കഥ ഓർമ്മയില്ലേ? ഈ രാജാക്കന്മാർ അതിശക്തന്മാരാകയാൽ അവർക്ക് ബ്രിട്ടീഷുകാർ കീഴടങ്ങേണ്ടി വന്നില്ലേ? ഗോവിന്ദൻകുട്ടി മേനോൻ: ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല. പുറത്തുനിന്ന് വന്ന ഈ രാജാക്കന്മാർ ഇംഗ്ലീഷുകാരുമായി യോജിച്ച് അവരുടെ ജാതിയോട് ചേർന്നു. പരന്ത്രീസ് രാജ്യം കേവലം വിട്ടു. അതുപോലെ മഹാരാജ്ഞിയും മറ്റും വന്ന് ഇവിടെ താമസിച്ച് നമ്മളുടെ കൂട്ടത്തിൽ ചേർന്നിരിക്കുന്നത് വരെ എന്തിന് ഇംഗ്ലീഷുകാരെ രാജ്യഭാരം ചെയ്യുവാൻ സമ്മതിക്കുന്നു? മാധവൻ: ശരി തന്നെ, സമ്മതിച്ചു. ഇംഗ്ലീഷുകാർ ഇങ്ങോട്ട് വരുന്നതും നമ്മൾ അങ്ങോട്ട് പോകുന്നതുമെല്ലാം ഒരുപോലെ. ഇംഗ്ലീഷ് രാജ്യഭാരം തുടങ്ങിയതു മുതൽ നമ്മളുടെ രാജ്യത്ത് പല ശ്രേയസ്സുകളും അഭിവൃദ്ധിയും സുഖവും മേൽക്കുമേൽ വർദ്ധിച്ചു കാണുന്നത് കൊണ്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ അഭിപ്രായവും ഉദ്ദേശവും ക്രമേണ ഇംഗ്ലീഷ് ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും അന്യോന്യം യോജിപ്പിച്ച് ഏകീകരിക്കണമെന്ന് മാത്രമാണ്. അതിലേക്കാണ് ഈ ശ്രമങ്ങളെല്ലാം ചെയ്യുന്നത്.
നോർമൻ രാജാക്കന്മാർ എങ്ങനെ ബ്രിട്ടീഷ് രാജാക്കന്മാരായോ അതുപ്രകാരം തന്നെ ഇംഗ്ലീഷ് രാജാക്കന്മാരും ഇംഗ്ലീഷ് ഗവൺമെൻറ്റും ഇന്ത്യയുടെ സ്വന്തം രാജാക്കന്മാരും ഇന്ത്യയുടെ ഗവൺമെൻറ്റും ആക്കണം എന്നു തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ ഉദ്ദേശവും കാംക്ഷയും. നോർമൻകാർ ഇംഗ്ലണ്ടിൽ വന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ബ്രിട്ടീഷ് രാജ്യക്കാരും അവരും തമ്മിൽ അന്യോന്യം കൊന്നിട്ടും ഹിംസിച്ചിട്ടും സഹിക്കാൻ പാടില്ലാതെ ആയ ശേഷം ഇണങ്ങി യോജിച്ച് ഏകീകരിച്ചു. ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഞങ്ങളും ഇംഗ്ലീഷുകാരും തമ്മിൽ ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്യുന്നു. ഇംഗ്ലീഷുകാർക്ക് ഞങ്ങളിൽ ഇപ്പോൾ ഉള്ളിൽ അധികം വിശ്വാസവും പ്രേമവും ബഹുമാനവും ഉണ്ടാവാനും ഇംഗ്ലീഷ് ഗവൺമെൻറ് ഞങ്ങളെയും ഇംഗ്ലീഷുകാരെയും യാതൊരു ഭേദമായി വിചാരിക്കാതിരിക്കാൻ വേണ്ടിയും ഞങ്ങൾ യത്നിക്കുന്നു. ഞങ്ങൾ തോക്കുകൊണ്ട് വെടിവെച്ചിട്ടല്ല ഈ കാര്യം സാധിക്കാൻ പോകുന്നത്. വാക്കുകൊണ്ട് ന്യായം പറഞ്ഞിട്ട് ബുദ്ധിമാന്മാരായ ഇംഗ്ലീഷുകാരെ സ്വാധീനമാക്കാൻ പോവുന്നു. എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച വിധത്തിൽ തന്നെ നടക്കുന്നുവെങ്കിൽ കോൺഗ്രസ് പോലെ ഇത്ര യോഗ്യമായ ഒരു സഭ ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. എന്നാൽ ചില സംഗതികളെ ഈ സഭക്കാർ ഭേദപ്പെടുത്തി പരിഷ്കരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ചിലപ്പോൾ സഭക്കാരിൽ ചിലർ അനാവശ്യമായും തക്കതായ സംഗതി കൂടാതെയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ദുഷിച്ചു എന്ന് വന്നിട്ടുണ്ടായിരിക്കാം. ഇത് മഹാകഷ്ടമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും കോൺഗ്രസ് സഭക്കാരിൽ യോഗ്യരായവർ ഏകീകരിച്ച് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രസംഗത്തിലും ഇംഗ്ലീഷുകാരുടെ ഗവൺമെൻറ്റിനെ ഒരു വിധത്തിലും ആകപ്പാടെ വെറുത്ത് പറഞ്ഞിട്ടില്ല. ഓരോ സങ്കടങ്ങൾ ഉണ്ടാവുന്നത് തീർത്ത് പരിപാലിക്കാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പിന്നെ ഗോവിന്ദൻകുട്ടി ഇങ്ങനെ ഭോഷത്തം പറഞ്ഞാലോ? ഇന്ത്യയിൽ പരിഷ്കാരങ്ങൾ ചെയ്യുവാനുള്ള കാര്യങ്ങളെ ചെയ്യണ്ട എന്ന് കോൺഗ്രസ്സുകാർ വെച്ചിട്ടില്ല. പല രോഗങ്ങളും പിടിച്ചു കിടക്കുന്ന ഒരു രോഗിയുടെ സകല രോഗങ്ങളും ഒന്നായിട്ട് ഒരു ഔഷധം കൊണ്ട് ഒരു സമയം മാറ്റാൻ കഴിയുന്നതല്ല. ഓരോന്നായി ഭേദം വരുത്തേണ്ടി വരും. അങ്ങനെ ഭേദം വരുത്താൻ പാടില്ല. എല്ലാം കൂടി ഒന്നായിട്ട് തന്നെ ഭേദമാക്കുന്ന മരുന്ന് മാത്രമേ സേവിക്കുകയുള്ളൂ എന്ന് ആ രോഗി ഉറച്ചാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും രോഗി സങ്കടപ്പെടുകയേ ഉള്ളൂ. ഇന്ത്യയിൽ ജാതിഭേദം ഇല്ലാതാക്കുവാൻ ഒരു സഭ കൂടേണ്ട കാലം ഇനിയും ആയിട്ടില്ല. ഇതിനാണ് സമയം ആവാത്തത്. ഗവൺമെൻറ്റിൻ്റെ മാതിരിയും ചട്ടങ്ങളും നന്നാക്കുന്നത് നാളെ തന്നെ ചെയ്താലും ഗുണമേ ഉണ്ടാകുകയുള്ളൂ. അതിനുള്ള സംഗതി പറയാം. ജാതി എന്നത് ഇന്ത്യയിൽ പറയുന്നത് എല്ലാം ഓരോ മതത്തെ ആശ്രയിച്ചിട്ടാണ് മുഖ്യമായി നിൽക്കുന്നത്. ആ മതവിശ്വാസം ഒന്ന് മാത്രമാണ് ഈ ഇംഗ്ലീഷുകാരിൽ ഇനിയും ഇന്ത്യയിൽ നിന്ന് കളവാൻ കഴിയാത്ത ഒരു സാധനം. ദൈവവിശ്വാസവും വന്ദനയും ഓരോ പ്രകാരത്തിൽ ചെയ്യുന്നതിനെ ആശ്രയിച്ച് ജാതി നിൽക്കുന്നത് കൊണ്ട് ആ വിശ്വാസം കളവാൻ കഴിയുമ്പോഴല്ലാതെ ജാതിഭേദം കേവലം വിടുർത്താൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആ വിശ്വാസം ഇന്ത്യയിൽ നിന്ന് വിടുർത്തേണമെങ്കിൽ ഇന്ത്യക്കാരായ ഹിന്ദു മുസൽമാന്മാരുടെ മതാചരണങ്ങളെ ജയിക്കുന്നതായ ഒരു വിശേഷ വിധി മതം അവർക്ക് കാണിച്ചു കൊടുത്ത് അതിൽ ശീലിപ്പിക്കണം. അങ്ങനെ ഒരു വിശേഷവിധിയായ മതം കാണാനില്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലുള്ള മതങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ജാതിക്രമങ്ങൾ ഭേദം ചെയ്യുവാൻ ഇപ്പോൾ ശ്രമിച്ചാൽ സാധിക്കുമോ? സംശയം. എന്നാൽ കാലക്രമം കൊണ്ട് അറിവ് അധികം വർദ്ധിക്കുമ്പോൾ ജാതി സിദ്ധാന്തങ്ങൾ ക്രമേണ കുറഞ്ഞു വരും. ഒടുവിൽ കേവലം നശിച്ചു എന്നും വരാം. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ ജാതിഭേദം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് കേവലം തെറ്റായി വന്നുകൂടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ രാജ്യഭാര സംഗതിയെ ഒന്ന് ഓർത്തു നോക്കുക. ഇംഗ്ലീഷുകാർ ഹിമവൽ സേതു പര്യന്തം രാജ്യഭാരം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 100 സംവത്സരമായിട്ടേ ഉള്ളൂ. എങ്കിലും രാജ്യഭാര നീതികളെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു 100 സംവത്സരങ്ങൾക്കുള്ളിൽ എത്ര അധികം അറിവും രുചിയും ഉണ്ടായിട്ടുണ്ടെന്ന് ഗോവിന്ദൻകുട്ടി ഓർത്തു നോക്കൂ. വഴി പോവുന്ന ഒരു കൂലിക്കാരനോടോ മീൻ പിടിക്കുന്ന ഒരു മുക്കുവനോടോ സംസാരിച്ചാൽ കൂടി ഇപ്പോഴത്തെ ഭേദം അറിവാൻ കഴിയും. അവന് സിവിൽ ശാസ്ത്രതന്ത്രങ്ങളും ക്രിമിനൽ ശാസ്ത്രതന്ത്രങ്ങളും അറിയാമെന്നല്ല ഞാൻ പറയുന്നത്.
ഇംഗ്ലീഷ് രാജ്യഭാരത്തിൽ തൻ്റെ ശരീരത്തിനും മനസ്സിനും തൻ്റെ ഇഷ്ടപ്രകാരം കുറ്റകരമല്ലാത്ത യാതൊന്നിലും വ്യാപരിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള അറിവ് നിശ്ചയമായി അവന് ഇപ്പോൾ ഉണ്ട്. മുമ്പ് അങ്ങനെയല്ല. സാധാരണ ഇത്ര അറിവ് ഉണ്ടായാൽ മതി. സകല സ്വതന്ത്ര ഭോഗങ്ങൾ അനുഭവിക്കുന്ന ഇംഗ്ലണ്ടിലും അമേരിക്കയിലും മറ്റുമുള്ള സാധാരണ ജനസമുദായത്തിൽ ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾക്കുള്ള അറിവുകൾ തന്നെ ഈ രാജ്യഭാര വിഷയത്തിലുള്ളൂ. സ്വതന്ത്ര രാജ്യഭാരത്തിനിച്ഛിക്കുന്ന രാജ്യനിവാസികൾ മുഴുവനും ഗ്ലാഡ്സ്റ്റൺ മുതലായവരെ പോലെ രാജ്യഭാരതന്ത്രങ്ങൾ ഗ്രഹിച്ചിരിക്കണം എന്ന് പറയുന്നത് ഭോഷത്വമല്ലേ? രാജ്യഭാരം ബിലാത്തിയിലെ പോലെ ഇന്ത്യയിൽ ചെയ്യണമെങ്കിൽ സ്ത്രീകളെ മുഴുവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടും ബിലാത്തിയിലെ യന്ത്രങ്ങൾ ഇവിടെ പണിയാറായിട്ടും മറ്റും വേണമെന്ന് പറയുന്നതും ഭോഷത്വമാണ്. പിന്നെ ഗോവിന്ദൻകുട്ടി പറയുന്നു, ഹിമവൽ സേതു പര്യന്തമുള്ള ജനങ്ങൾ ഇംഗ്ലീഷ് രാജാവിനെ അടങ്ങി നിൽക്കുന്നത്. അങ്ങനെ നിന്നില്ലെങ്കിൽ വെടികൊണ്ട് കണ്ണുമിഴിച്ചു പോവും എന്ന് ഭയപ്പെട്ടിട്ടാണെന്ന്. ഇത് ഏറ്റവും തെറ്റായ ഒരു അഭിപ്രായമാണ്. ഇംഗ്ലീഷുകാരുടെ ശക്തി ഇന്ത്യയിലുള്ള കള്ളന്മാർക്കും ദുഷ്ടന്മാർക്കും അസത്തുക്കൾക്കും ഭയത്തെയും നല്ല ജനങ്ങളുടെ ഉള്ളിൽ ബഹുമാനത്തെയും ജനിപ്പിക്കുന്നത് ശരിയാണെങ്കിലും രാജ്യം മുഴുവനും ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് ഇംഗ്ലീഷ് ഗവൺമെൻറ് പ്രജാപരിപാലനം ചെയ്യുന്നതിലുള്ള യോഗ്യത ഹേതുവായി പ്രജകൾക്ക് ആ ഗവൺമെൻറ്റോടുള്ള പ്രിയം നിമിത്തമാണെന്നുള്ളതിലേക്ക് എനിക്ക് സംശയമില്ല. ഇംഗ്ലീഷ് ഗവൺമെൻറ് മുമ്പ് നമ്മൾക്കുണ്ടായിരുന്ന രാജാക്കന്മാരെ പോലെ അനീതിയും അക്രമവും കാണിച്ച് ജനോപദ്രവം ചെയ്തിരുന്നുവെങ്കിൽ ഇതിന് എത്രയോ മുമ്പ് ഇംഗ്ലീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇല്ലാതെ വരുമായിരുന്നു. അതിന് സംശയമില്ല. പിന്നെ ഗോവിന്ദൻകുട്ടി പറയുന്നത്, ഞങ്ങൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നതും മറ്റും പ്രസംഗക്കാർ എന്ന കീർത്തിക്ക് വേണ്ടി മാത്രം എന്നാണ്. അങ്ങനെയുള്ള കീർത്തി ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലെന്നില്ല. പക്ഷേ അതിന് മാത്രമായി പ്രസംഗിക്കുന്നതാണെന്ന് പറയുന്നതാണ് അബദ്ധം. ഈ പ്രസംഗങ്ങളെല്ലാം എത്രയോ ആവശ്യമായിട്ടുള്ളതാണെന്ന് മാത്രമല്ല, അതുകളെ കൊണ്ട് പലവിധ പ്രയോജനങ്ങൾ ഇന്ത്യക്ക് ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. ഓരോന്നായി ഞാൻ എണ്ണി എണ്ണി പറഞ്ഞു തരാം.